പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ യാത്ര മോട്ടോർ വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഇന്ത്യയിലെ അപൂർവ ഹിൽ സ്റ്റേഷനായ മഹാരാഷ്ട്രയിലെ മാത്തേരനിലേക്കാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ ഹിൽ സ്റ്റേഷൻ ഇന്ന് അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇടയ്ക്കിടെയുള്ള ടോയ് ട്രെയിൻ ഷട്ടിൽ സർവീസിലോ കൈവണ്ടിയിലോ കുതിരപ്പുറത്തോ ഈ റിക്ഷയിലോ നടന്നോ ഇവിടുത്തെ വ്യൂ പോയിന്റുകൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. സഞ്ചാരികളെ മാടി വിളിക്കുന്ന മാത്തേരനിലെ മൺസൂൺ അത് തികച്ചും വേറിട്ടൊരനുഭവമാണ്. പൻവേൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ലോക്കൽ ട്രെയിൻ പിടിച്ച് നെരാൽ ജംഗ്ഷനിലെത്താം. നെരാൽ ജംഗ്ഷനിൽ നിന്നും മാത്തേരനിലേക്ക് ആളൊന്നിന് 120 രൂപ നിരക്കിൽ ഷെയർ ടാക്സി ഓടുന്നുണ്ട്. പാക്കേജ് ടൂറിൻ്റെ ഭാഗമായി വന്ന ഞങ്ങൾ 40 പേർ ടൂറിസ്റ്റ് ബസ്സിലാണ് നെരാൽ ജംഗ്ഷനിലേക്ക് പുറപ്പെട്ടത്. മൺസൂൺ കാലത്തെ മനോഹര പ്രകൃതി ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് 1.5 മണിക്കൂറിനുള്ളിൽ 45 കിലോമീറ്റർ ദൂരം താണ്ടി ഞങ്ങൾ നെരാൽ ജംഗ്ഷനിൽ ബസ് ഇറങ്ങി. അവിടെ നിന്നും പല ഷെയർ ടാക്സികളിലായി ഞങ്ങൾ മാത്തേരനിലേക്ക് പുറപ്പെട്ടു. മാത്തേരനിലേക്കുള്ള മലകയറ്റം ആരംഭിച്ചു കഴിഞ്ഞു. ഇത് ഏറെ ഹൃദ്യമായ ഒരനുഭവമാണ്. മഹാരാഷ്ട്രയിലെ ഏറ്റവും മനോഹരമായ ഹിൽ സ്റ്റേഷനുകളിലൊന്നായ മാത്തേരൻ മുംബൈയിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ അകലെയുള്ള പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യത്യസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. മാത്തേരൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവിടെ നമ്മുടെ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. മലിനീകരണം കുറയ്ക്കാനും പ്രകൃതിയുടെ ശാന്തത നിലനിർത്താനുമാണ് ഈ തീരുമാനം. മാത്തേരാൻ ഗിരിസ്ഥാൻ നഗര പരിഷത്ത് ദസ്തൂരി നാഗ എന്നറിയപ്പെടുന്ന മാത്തേരാൻ പ്രവേശന കവാടമായ ഇവിടം വരെ മാത്രമേ ഷെയർ ടാക്സിക്കും സ്വകാര്യ വാഹനങ്ങൾക്കും പ്രവേശനമുള്ളൂ. സന്ദർശകർക്ക് ഈ പ്രവേശന കവാടത്തിനരികിലായി ടോയ്ലറ്റുകളും വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളും അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 25 രൂപയുമാണ് പ്രവേശന നിരക്ക്. ഈ പ്രവേശന കവാടത്തിനരികിൽ നിന്നും 5 മിനിറ്റ് നടന്നാൽ അമൻ ലോഡ്ജ് പരിസരത്തെത്താം. അവിടെ നിന്നും മാത്തേരാൻ ടൗണിലേക്ക് 3 കിലോമീറ്റർ ദൂരമുണ്ട്. മൺസൂൺ കാലത്തെ ഈ മഴയത്തും സന്ദർശകർക്ക് ഇവിടെ ഒട്ടും കുറവില്ല. दस्तूरी नाका से माथेरान के मुख्य बाजार तक की दूरी 3 किलोमीटर है। आपकी सुविधा के लिए दस्तूरी नाका से मुख्य बाजार तक पहुंचने के लिए घुड़सवारी, ई रिक्शा के लिए अधिकृत दर निर्धारित है। समय सारिणी और अधिक जानकारी के लिए नगर परिषद पर्यटक सूचना केंद्र पर भेज दें। कृपया प्लास्टिक कचरा फेंकने से बचें, स्वच्छता बनाए रखें। आपकी यात्रा सुखद और यादगार रहे, यही हमारी शुभकामनाएं। മാത്തേരാനിലേക്ക് പോകുന്ന ഷട്ടിൽ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ട്രെയിൻ സർവീസിൻ്റെ വിശദാംശങ്ങളാണ് ബോർഡിലുള്ളത്. സന്ദർശകരുടെ ബാഹുല്യവും പ്രീ ബുക്കിംഗ് ഇല്ലാത്തതിനാലും മാത്തേരാനിലേക്ക് ഈ സമയത്ത് ട്രെയിൻ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഈ റിക്ഷയുടെ വളരെ നീണ്ട ക്യൂവും ഞങ്ങളെ നിരാശപ്പെടുത്തി. അത്യന്തം രസകരമായ അന്തരീക്ഷത്തിൽ മാത്തേരാൻ്റെ ഓരോ സ്ഥലത്തിൻ്റെയും സ്പന്ദനം തൊട്ടറിഞ്ഞ് 3 കിലോമീറ്ററിലധികം വരുന്ന ദൂരം ആസ്വദിച്ച് നടന്നനുഭവിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. യാത്രയ്ക്ക് പുറമെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനും കുതിരകളെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം കൈവണ്ടികൾ ട്രിപ്പിന് 500 രൂപ മുതൽ 700 രൂപ വരെ ഈടാക്കുന്നുണ്ട്. കാഴ്ച സ്ഥലങ്ങൾ കാണാനുള്ള ചാർജ് കൈവണ്ടികൾക്ക് 800 മുതൽ 1200 രൂപ വരെയാണ്. കുതിര സവാരിക്ക് മാർക്കറ്റ് വരെ പോകുന്നതിന് 400 മുതൽ 500 രൂപ വരെയും ഹോട്ടലുകളിലേക്ക് ദൂരത്തിനനുസരിച്ച് ഏതാണ്ട് ഇതേ തുകയോ അതിനു മുകളിലോ ഈടാക്കുന്നുണ്ട്. കാഴ്ചകൾ കാണാൻ 5 മുതൽ 7 വരെ പോയിന്റുകളിലേക്ക് 600 മുതൽ 900 രൂപ വരെയും കൂടുതൽ പ്രമുഖ പോയിന്റുകൾ കാണാൻ 1000 മുതൽ 1500 രൂപ വരെയും ഇവർ വാങ്ങുന്നുണ്ട്. നല്ല നിലയിൽ വിലപേശൽ നടക്കുന്ന യാത്രാമാർഗങ്ങളിൽ താരതമ്യേന ചെലവ് കുറഞ്ഞതായി തോന്നിയത് ഈ റിക്ഷകളാണ്. ഞാൻ ഇതുവരെ നടത്തിയ യാത്രകളിലൊന്നും കാണാത്ത വേറിട്ട കാഴ്ചകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം 3 മണിയാണ് എന്നോർക്കുമ്പോൾ നിങ്ങൾക്കും അത് കൃത്യമായി ബോധ്യപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 460 കുതിരകൾക്കും 94 കൈവണ്ടികൾക്കും പുറമെ 200 പോർട്ടർമാരും ഇവിടെ അധികൃതരുടെ അംഗീകാരത്തോടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്.
ഏതാണ്ട് 1 മണിക്കൂറോളം നടന്ന് ഞങ്ങൾക്ക് താമസമൊരുക്കിയ അശോക് ഹോട്ടലിന് സമീപത്തെത്തി. ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഇത്തരത്തിലായതിനാൽ പകൽ സമയത്ത് പോലും ലൈറ്റ് ഇടേണ്ട അവസ്ഥയാണ് ഇവിടെയുള്ളത്. കൊണ്ടുവന്ന ലഗേജുകളൊക്കെ റിസപ്ഷൻ കൗണ്ടറിൽ വെച്ച് ഞങ്ങൾ ഭക്ഷണശാലയിലേക്ക് ഓടി. സാമാന്യം ഭേദപ്പെട്ട രുചികരമായ ഉച്ചഭക്ഷണമാണ് ഞങ്ങൾക്കിവിടെ ലഭിച്ചത്. തണുപ്പും വിശപ്പും ഭക്ഷണത്തിൻ്റെ രുചി ഏറെ വർദ്ധിപ്പിച്ചു. വൈകുന്നേരം വരെയുള്ള സമയം പരമാവധി കാഴ്ചകൾ കാണാൻ ക്യാമറയുമെടുത്ത് ഞാൻ പുറത്തിറങ്ങി. തെളിഞ്ഞ ആകാശം എൻ്റെ ഉത്സാഹം വർദ്ധിപ്പിച്ചു. ഈ റിക്ഷ എൻ്റെ യാത്ര സുഗമമാക്കി. മാത്തേരാൻ മാർക്കറ്റും കടന്ന് ഞാൻ ആദ്യമായി സന്ദർശിച്ചത് പേമാസ്റ്റർ പാർക്കാണ്. 1927 ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് വികസിപ്പിച്ച ഈ പാർക്ക് ഇന്ന് മാത്തേരാനിലെ പ്രധാന പൊതു ഉദ്യാനങ്ങളിൽ ഒന്നാണ്. പേമാസ്റ്റർ എന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് സൈനികർക്കും സർക്കാർ ജീവനക്കാർക്കും ശമ്പളം വിതരണം ചെയ്യുന്നതിനുള്ള ചുമതല വഹിച്ചിരുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ പദവിയായിരുന്നു. മാഥേറാനിലെ പല സ്ഥലങ്ങൾക്കും ബ്രിട്ടീഷ് ഭരണകാലത്തെ ഉദ്യോഗസ്ഥരുടെയും വ്യക്തികളുടെയും പേരുകളാണ് നൽകിയിട്ടുള്ളത്. അതേ പാരമ്പര്യത്തിൻ്റെ ഭാഗമായാണ് ഈ പാർക്കിനും പേമാസ്റ്റർ എന്ന പേര് ലഭിച്ചതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഇവിടെയുള്ളവർ ഈ പാർക്കിനെ മാസ്റ്റേഴ്സ് പാർക്ക് എന്നാണ് വിളിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാനും കുടുംബസമേതം വിശ്രമിക്കാനും സഞ്ചാരികൾക്ക് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാനുമുള്ള ഒരു ശാന്തസുന്ദരമായ ഇടമാണ് പേമാസ്റ്റർ പാർക്ക്. അടുത്ത വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി നടക്കുന്നതിനിടയിലാണ് ഈ വില്ലേജ് സ്കൂൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മലമുകളിൽ താമസിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയം മാഥേറാൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമാണ്. സഞ്ചാര കേന്ദ്രങ്ങൾക്കപ്പുറം ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതവും സംസ്കാരവും കാണാൻ കഴിയുന്നതാണ് ഇത്തരം ഇടങ്ങളുടെ പ്രത്യേകത. നമ്മളിപ്പോൾ പോകുന്നത് ഖണ്ടാല വ്യൂ പോയിന്റിലേക്കാണ്. മാഥേരാനിലെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന വ്യൂ പോയിന്റുകളിൽ ഒന്നാണ് ഖണ്ടാല പോയിന്റ്. അല്പദൂരം നടക്കാനുണ്ടെങ്കിലും ടൈൽസ് പാകിയ വഴികൾ സഞ്ചാരികൾക്ക് സൗകര്യപ്രദമാണ്. ഇവിടുത്തെ കാഴ്ച സ്ഥലങ്ങളിലേക്കൊന്നും തന്നെ ഈ റിക്ഷകൾ അനുവദനീയമല്ല. നടക്കാൻ പ്രയാസമുള്ളവർക്ക് ഇതുപോലുള്ള കൈവണ്ടികളെയോ കുതിരകളെയോ ആശ്രയിക്കേണ്ടതുണ്ട്. സന്ദർശകരിൽ ഭൂരിഭാഗവും നടന്നാണ് കാഴ്ച സ്ഥലങ്ങൾ കാണുന്നത്. എനിക്ക് മുമ്പിൽ ദൂരെയായി പരന്നു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളും താഴ്വരകളും ഇവിടെ നിന്ന് വ്യക്തമായി കാണാൻ കഴിയാത്ത വിധത്തിൽ മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. മഴക്കാലത്ത് മേഘങ്ങൾ താഴേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയും മഴവെള്ളച്ചാട്ടങ്ങളും ഈ പ്രദേശത്തെ കൂടുതൽ മനോഹരമാക്കുന്നതായി കേട്ടിട്ടുണ്ട്. ഖണ്ടാല പോയിന്റിൽ നിന്നും സീലിയ പോയിന്റിലേക്കുള്ള വഴിമധ്യേ കണ്ട ശ്രീ പിസർനാഥ് ക്ഷേത്രം. കേരളീയ വാസ്തുവിദ്യയോട് സാമ്യമുള്ള നിർമ്മിതി. സീലിയ പോയിന്റിലേക്കുള്ള വഴി ഏറെ ദുർഘടം പിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ സന്ദർശകരിൽ ചിലരൊക്കെ ഈ വഴിയിൽ വന്ന് മടങ്ങിപ്പോകുന്നതും കാണാനിടയായി. സാഹസികരായ സഞ്ചാരികൾക്ക് മാത്രമേ ഇത്തരം സ്ഥലങ്ങൾ കണ്ടു മടങ്ങാൻ കഴിയുകയുള്ളൂ. മാഥേരാനിലെ ശാന്തവും മനോഹരവുമായ ഒരു വ്യൂ പോയിന്റാണ് സീലിയ വ്യൂ പോയിന്റ്. ഇവിടെ എത്തിപ്പെട്ടാൽ കാണുന്ന കാഴ്ചകൾ ഏറെ നയനാനന്ദകരമാണ്. ഇവിടെ നിന്ന് കാണുന്ന താഴ്വരകളും കാടുകളും പ്രകൃതിയുടെ വിശാലത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സൂര്യോദയവും സൂര്യാസ്തമയവും കാണാനെത്തുന്നവർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണിത്. മലമുകളിലൂടെ മഞ്ഞ് നീങ്ങുന്ന കാഴ്ച ക്യാമറയിൽ പകർത്താൻ ഏറ്റവും അനുയോജ്യമായ ഇടം കൂടിയാണ് സീലിയ പോയിന്റ്. ഇവിടെ വന്ന് ഈ ദൃശ്യം പകർത്തുമ്പോൾ കാലിഫോർണിയയിലെ യോസെമിറ്റി നാഷണൽ പാർക്കിൽ ടണൽ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് അൽ കപ്പിത്താൻ എന്ന വിശ്വവിഖ്യാത ടേബിൾ റോക്കും പരിസരവും ക്യാമറയിൽ പകർത്തിയ ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. ഇവിടുത്തെ ചില കാഴ്ചകൾ അരിസോണയിലെ ഗ്രാൻഡ് കന്യൻ കാഴ്ചകൾക്കും സമാനമാണ്. ഈ രണ്ട് കാഴ്ചകളും ചിത്രീകരിച്ച എൻ്റെ ചാനലിലെ വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഏറെ ദൂരം നടന്നെങ്കിലും തണുത്ത അന്തരീക്ഷവും മഴയും കാരണമാകാം വലിയ ക്ഷീണമൊന്നും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല.
മാത്രമല്ല പറ്റുന്നിടത്തോളം സ്ഥലം ഇന്ന് തന്നെ കാണണമെന്ന മോഹവും ഉള്ളിലുണ്ട്. കസ്തൂർബ റോഡിലെ മാത്തേരാനിലെ ഏക പോലീസ് സ്റ്റേഷനും കടന്ന് ഞാൻ അടുത്ത വ്യൂ പോയിന്റിലേക്ക് മടങ്ങുകയാണ്. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ നടന്നാൽ ഹണിമൂൺ പോയിന്റിലെത്താം. മാത്തേരാനിലെ വ്യൂ പോയിന്റുകളിലേക്കുള്ള വഴികൾ പോലും സന്ദർശകർക്ക് വലിയൊരു കാഴ്ച വിരുന്നാണ് സമ്മാനിക്കുന്നത്. ഈ ജംഗ്ഷനിൽ നിന്നും ഹണിമൂൺ പോയിന്റിലേക്ക് ഏതാണ്ട് 1/2 കിലോമീറ്റർ കൂടിയുണ്ട്. പേരുപോലെ തന്നെ പ്രണയ ജോഡികൾക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥലമാണിത്. എന്നാൽ കുടുംബസമേതം എത്തുന്നവർക്കും പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ അതിമനോഹരമായ ഒരിടം കൂടിയാണിത്. ഗിരിനിരകളിൽ നിന്നും പാൽനുര പോലെ കുത്തനെ താഴോട്ട് പതിക്കുന്ന അരുവികളും അവ സൃഷ്ടിക്കുന്ന കൊച്ചു വെള്ളച്ചാട്ടങ്ങളും സഞ്ചാരികളുടെ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകളാണ്. വിശാലമായ താഴ്വരകളും പച്ചപുതച്ച മലനിരകളും തണുത്ത കാറ്റും ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയുടെയും മനസ്സിൽ മറക്കാനാവാത്ത ഓർമ്മകൾ സൃഷ്ടിക്കുന്നു. വെറുതെയല്ല ഹണിമൂൺ പോയിന്റ് എന്ന് ഇവിടം അറിയപ്പെടുന്നത്. മേഘങ്ങൾ നമ്മെ തഴുകി തലോടുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടം സന്ദർശിക്കണമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങൾ കൂടി ഇനിയും കാണേണ്ടതുണ്ട്. ആളുകളൊക്കെ താമസ സ്ഥലത്തേക്ക് മടങ്ങിത്തുടങ്ങി. തൊട്ടടുത്ത ദിവസം അതിരാവിലെ തന്നെ കാഴ്ചകൾ കാണാൻ ഞാൻ വീണ്ടും ഇറങ്ങി. നേരം വെളുത്തു വരുന്നേയുള്ളൂ. നല്ല മൂടൽമഞ്ഞും ഉണ്ട്. ഈ കാഴ്ചകളും ഏറെ രസകരമായി തോന്നി. ഷാർലറ്റ് ലേക്കിൻ്റെ പ്രഭാത ദൃശ്യം കാണണം. വളരെ നേരത്തെ ഇറങ്ങിയതിനാൽ റോഡിലൊന്നും അധികം ആളുകളില്ല. മഴവെള്ളം കുത്തിയൊലിച്ച് റോഡാകെ തകർന്നിരിക്കുകയാണ്. മഞ്ഞും മഴയും തണുത്ത കാറ്റും അന്തരീക്ഷസ്ഥിതി ആകെ മാറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഷാർലറ്റ് ലേക്കിൻ്റെ പരിസരത്തെത്തിയിരിക്കുകയാണ്. മഴക്കാലമായതിനാൽ തടാകം നിറഞ്ഞൊഴുകുകയാണ്. ചുറ്റും കനത്ത വനവും നടുവിൽ ശാന്തമായി കിടക്കുന്ന തടാകവും ചേർന്ന കാഴ്ച മനസ്സിന് അപൂർവമായ ഒരു സമാധാനം നൽകുന്നു. 3 കിലോമീറ്ററിലധികം നടന്നാണ് ഇവിടെ എത്തിയത്. വന്നത് വെറുതെ ആയില്ല എന്ന് ഇവിടെ എത്തിയപ്പോൾ ബോധ്യപ്പെട്ടു. മാതേരാൻ്റെ ജീവധാരയാണ് ഷാർലറ്റ് ലേക്ക്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ തടാകം ഇന്നും മാതേരാൻ്റെ പ്രധാന ജലസ്രോതസ്സുകളിൽ ഒന്നാണ്. പ്രകൃതിയുടെ ശാന്തത ആസ്വദിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിൽ ഒന്നാണിതെന്ന് നിസ്സംശയം പറയാം. കോടമഞ്ഞിൻ്റെ കുളിരണിഞ്ഞ പ്രഭാതം തടാകക്കരയിൽ സൃഷ്ടിക്കുന്ന മനോഹാരിത. തടാകക്കരയിലൂടെ നടക്കുമ്പോൾ പ്രകൃതിയുടെ സംഗീതം കേൾക്കുന്ന അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. തടാകത്തിൻ്റെ താഴ്വാരത്തു നിന്നും കോടമഞ്ഞ് തണുത്ത കാറ്റിനോടൊപ്പം ഉയർന്നു പൊങ്ങുന്നതും വീശിയടിക്കുന്നതും അത് തടാകത്തിൽ സൃഷ്ടിക്കുന്ന ഓളങ്ങളും അത്യപൂർവ കാഴ്ചയാണ്. തടാകക്കരയിൽ നിന്നും നേരെ പുറപ്പെട്ടത് എക്കോ പോയിന്റിലേക്കാണ്. മാഥേറാനിലെ കാഴ്ച സ്ഥലങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിലൊന്നായ എക്കോ പോയിന്റിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒന്ന് ഉറക്കെ വിളിച്ചാൽ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അതേ ശബ്ദം മലകളിൽ തട്ടി തിരിച്ചു വരും. അതുകൊണ്ടുകൂടിയാണ് ഈ സ്ഥലം എക്കോ പോയിന്റ് എന്നറിയപ്പെടുന്നത്. ചുറ്റും നോക്കിയാൽ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന സഹ്യപർവ്വത നിരകളും ആഴമേറിയ താഴ്വരകളും നിബിഡമായ പച്ചക്കാടുകളും കാണാം. മാഥേറിൻ്റെ പ്രകൃതി സൗന്ദര്യം ഒരൊറ്റ കാഴ്ചയിൽ അനുഭവിക്കാൻ കഴിയുന്ന സ്ഥലമാണിത്. മേഘങ്ങളും മഞ്ഞും മലനിരകളെ പൊതിയുമ്പോൾ എക്കോ പോയിന്റിൻ്റെ ഭംഗി ഒന്നുകൂടി വർദ്ധിക്കും. പച്ചപ്പിനിടയിലൂടെ കാണുന്ന താഴ്വരകളും മേഘങ്ങൾക്കിടയിൽ മറഞ്ഞും തെളിഞ്ഞും നിൽക്കുന്ന മലകളും ചേർന്ന് മനോഹരമായൊരു ദൃശ്യാനുഭവമാണ് ഇവിടെ ഒരുക്കുന്നത്.
മാതേരാൻ മാർക്കറ്റിലെ കടകൾ ഇപ്പോഴും തുറന്നിട്ടില്ല. മാതേരാൻ മാർക്കറ്റിനടുത്തെ സ്റ്റേഷനിൽ നിന്നും ടോയ് ട്രെയിൻ ട്രിപ്പ് ആരംഭിക്കുന്നത് രാവിലെ 8:20-നാണ്. ഗ്രൂപ്പ് അംഗങ്ങളോടൊപ്പം ട്രെയിനിലൊരു യാത്ര കൂടി നടത്തിയ ശേഷം വേണം ഈ മലയിറങ്ങാൻ. മാതേരാനിലെത്തുന്ന സഞ്ചാരികൾക്ക് മറക്കാനാവാത്ത ഒരനുഭവമാണ് ടോയ് ട്രെയിൻ യാത്ര. മാതേരാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമൻ ലോഡ്ജിലേക്ക് ഞങ്ങൾ സഞ്ചരിക്കുന്നത് ഈ കൊച്ചു ട്രെയിനിലാണ്. മാതേരാനെ നറേലുമായി ബന്ധിപ്പിക്കുന്ന ഈ നാരോ ഗേജ് മലനിര റെയിൽവേ 1907-ലാണ് ആരംഭിച്ചത്. അക്കാലത്തെ വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ സർ ആദംജി ആണ് ഈ റെയിൽ പാതയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. ഏതാണ്ട് 21 കിലോമീറ്ററോളം നീളമുള്ള ഈ പാത കുന്നിൻ ചെരുവിലൂടെ വളഞ്ഞും തിരിഞ്ഞും മുന്നേറുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്ന അമൻ ലോഡ്ജ് ഭാഗത്തെ സ്റ്റേഷനിലേക്ക് 2.8 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ഈ ചെറിയ ദൂരത്തിലും മലനിരകളുടെ മനോഹാരിതയും കാടിൻ്റെ പച്ചപ്പും യാത്രയുടെ അനുഭവങ്ങളുമെല്ലാം ഏറെ ആസ്വാദ്യകരമാണ്. വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തുക എന്നുള്ളതല്ല, മറിച്ച് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പൈതൃക റെയിൽപാതയിലൂടെ സാവധാനം സഞ്ചരിച്ച് മാതേരാൻ്റെ പ്രകൃതി സൗന്ദര്യം ആവോളം ആസ്വദിക്കുക എന്നുള്ളതാണ് ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മാതേരാൻ മാർക്കറ്റിൽ നിന്ന് ആരംഭിച്ച് അമൻ ലോഡ്ജിൽ അവസാനിക്കുന്ന ഈ കൊച്ചു ട്രെയിൻ യാത്ര ദൂരത്തിൻ്റെ കാര്യത്തിൽ ചെറുതാണെങ്കിലും സഞ്ചാരികളുടെ മനസ്സിലെന്നും തങ്ങി നിൽക്കുന്ന ഒരനുഭവമാണ്. അമൻ ലോഡ്ജ് പരിസരത്തിറങ്ങിയ ഞങ്ങൾ നേരെ ഗേറ്റിനരികിലേക്ക്. വീണ്ടും ഷെയർ ടാക്സിയിൽ കയറി നരേൽ ജംഗ്ഷനിലേക്ക്. ചുരമിറങ്ങുമ്പോൾ കണ്ട ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ക്യാമറ പകർത്തി. മറക്കാൻ കഴിയാത്ത മധുരാനുഭവങ്ങൾ പകർന്നു തന്ന മാതേരാനോട് വിട പറയുമ്പോൾ മനസ്സിലൊരു ചെറിയ നൊമ്പരം. പ്രകൃതിയുടെ വരദാനമായ മാതേരാൻ ഞങ്ങളുടെ പിന്നിൽ മറയുന്നു. ഗ്രൂപ്പ് അംഗങ്ങളായ 40 പേരെയും കൊണ്ട് ലോണാവാലയ്ക്ക് പോകാനുള്ള ഞങ്ങളുടെ ബസ് നരേൽ ജംഗ്ഷനിൽ ഞങ്ങളെ കാത്തിരിപ്പുണ്ട്. ലോണാവാലയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കുറിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.